ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ച് തേങ്ങ, അതേപോലെ തന്നെ ഒരു 3 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ജീരകം ഇട്ടിട്ട് ഞാൻ ആദ്യം അടിച്ചു. എന്നിട്ട് അതിലേക്ക് ബീട്രൂട്ട് മുറിച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചത് ചേർത്തടിച്ചു. ബീട്രൂട്ടും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂട്ടി അടിച്ചു. എന്നിട്ട് അതിൽ കുറച്ച് കടുക് കേട്ടോ, 1 ടീസ്പൂണൊക്കെ കടുക് മതി, അധികം ആവാൻ പാടില്ല. അതെല്ലാം കൂടി ചേർത്ത് അരച്ചതാണിത് കേട്ടോ. ഇപ്പം നമുക്കിവിടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടേ വേണ്ടുള്ളൂ. അത് കുറച്ച് വേപ്പില, കടുക്, അതേപോലെ തന്നെ ഉണക്കമുളക് ഇട്ടിട്ട് ഇത് വറവിടാം. ഇപ്പം ഞാൻ കാണിക്കുമ്പോൾ വേപ്പില ഉണ്ടാവില്ല, എൻ്റെ അടുത്ത് കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഇല്ല. അപ്പം നമുക്കിത് കാണാം കേട്ടോ. ഈ കടുകിട്ട് പൊട്ടിച്ചു കേട്ടോ. ഇതേട്ടോ ഞാൻ മുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാട്ടോ. അപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാറുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ച് വെള്ളമായത്. അല്ലേ, ഇതിൽ വേപ്പിലയും കൂടി ഇടണം കേട്ടോ, എന്നാലാണ് അത് നല്ല ടേസ്റ്റിൽ വരിക. ഇതിന് നമുക്ക് ചോറിനൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. വെറുതെ എടുത്ത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഞാനിതേപോലെ കഴിഞ്ഞ ദിവസം ഒരു മാങ്ങാപ്പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പച്ചമുളകിന് പകരം കുറച്ച് മുളക് പൊടി ഇട്ടാലും ഇതിൽ കുഴപ്പമില്ല, ബീട്രൂട്ട് ആവുകൊണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ, തൈര് ഒഴിച്ചതല്ലേ, അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടോ, അതിങ്ങനെ അതിൽ കാണിക്കുന്നത് ഒന്ന് തിള വന്നിട്ട് പൊന്തുന്ന പോലെ കാണിക്കുന്നില്ലേ, കണ്ടോ. നല്ല തിളയ്ക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ചൂടായാൽ മതി. ഇത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചൂടായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കി നോക്കുക എല്ലാവരും.